വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 PG B.Ed കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാം. അതുപോലെ തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. എന്നാൽ നിങ്ങൾ ആദ്യ 2 അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത് അലോട്ടഡ് കാറ്റഗറി വിദ്യാർത്ഥികളാണ്, നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എഡിറ്റിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം അപേക്ഷിച്ചിട്ട് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്താൽ മാത്രമേ അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. PGയുടേതും ഡിഗ്രി B.Edന്റേതും ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഏറ്റവും വേഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ വരുന്ന ജൂലൈ 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതുവരെ എഡിറ്റിംഗ് ചെയ്യാനും ആ സമയം വരെയുണ്ട്. അതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷനും ആ സമയം വരെയുണ്ട്. അഡ്മിറ്റഡ് കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത കാറ്റഗറി NCC NSSന്റെതൊക്കെ ഡിഗ്രി ലെവലിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നും കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പ്രൊസീജിയർ ഫോർ മോഡിഫിക്കേഷൻ ഓഫ് പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ് ലോഗിൻ ചെയ്തതിനു ശേഷം ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ്. എന്നിട്ട് ആഫ്റ്റർ മേക്കിംഗ് നെസസറി മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ക്ലിക്ക് ഓൺ ദി അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് വിൽ നോട്ട് ബി കൺസിഡർ ഫോർ തേർഡ് അലോട്ട്മെന്റ്. ആദ്യ 2 അലോട്ട്മെന്റിൽ കൊടുത്ത ഓപ്ഷനുകൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല. പുതുതായിട്ട് ഓപ്ഷനുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. പുതിയ ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. എന്നിട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഇതിന്റെ പ്രിന്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്യുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. 8-ാം തീയതി വരെയാണ് അതിനുള്ള സൗകര്യം ഉള്ളത്. 10-ാം തീയതി MG യൂണിവേഴ്സിറ്റിയുടെ PG B.Ed അഡ്മിഷന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.